കോൺഗ്രസിൻ്റെ ദേശീയ നേതൃത്വമാണ് അതിന് മറുപടി പറയുന്നത്. കാരണം ഞങ്ങളൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകർ. അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവുമാണ്, വിശ്വപൗരനുമാണ്. അതുകൊണ്ട് അങ്ങനെയുള്ളവരുടെ കാര്യത്തിൽ ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അഭിപ്രായം പറയുന്നത് ശരിയല്ല. അത് ഹൈക്കമാൻഡ് ഉചിതമായിട്ടുള്ള തീരുമാനം എന്താണ് ഹൈക്കമാൻഡ് എടുക്കേണ്ടത്. പക്ഷേ ശശി തരൂർ പറഞ്ഞത് കേരളത്തിലെ കോൺഗ്രസിൻ്റെ അഭിപ്രായമല്ല. കാരണം കേരളത്തിലെ കോൺഗ്രസ്സുകാർക്ക് ഒരു കാരണവശാലും ഇടതുപക്ഷ മുന്നണിയുടെ ഒരു നയങ്ങളെയും ഞങ്ങൾ അംഗീകരിക്കുന്നില്ല. അത് ഞങ്ങൾക്ക് അംഗീകരിക്കാൻ സാധ്യമല്ല. അതുകൊണ്ട് തന്നെ സർക്കാരിനെതിരായിട്ടുള്ള ശക്തമായിട്ടുള്ള നടപടികളുമായി പാർട്ടി UDF മുന്നോട്ട് പോകും. അടുത്ത ആഴ്ച ചേരുന്ന UDFൻ്റെ ഒരു ഫുൾ ഡേ യോഗത്തിൽ എൻ്റെ തീരുമാനം കൺവീനർ പറയും. സംസ്ഥാന സർക്കാരിനും കേന്ദ്ര സർക്കാരിനുമെതിരായിട്ടുള്ള സമരപരിപാടികൾ ആവിഷ്കരിച്ച് ശക്തമായി ഞങ്ങൾ മുന്നോട്ട് പോകും. കേരളത്തിൽ ഈ ജനവിരുദ്ധ സർക്കാരിനെ പുറത്താക്കാൻ തന്നെയാണ് UDF പ്രവർത്തിക്കുന്നത്. പക്ഷേ അടുത്ത ലോക്കൽ ബോഡി ഇലക്ഷൻ വരാൻ പോകുന്നു, തൊട്ട് പിന്നാലെ അസംബ്ലി ഇലക്ഷൻ വരാൻ പോകുന്നു. അപ്പോൾ ഈ സമയത്ത് ശശി തരൂർ പോലെ ഒരു മുതിർന്ന ഒരാൾ ഇത്തരമൊരു പ്രസ്താവന നടത്തുമ്പോൾ അത് ചുമ്മാ പറയത്തില്ലല്ലോ. അത് അദ്ദേഹം അത് അത്ര ഒരു വളരെ അറിവുള്ള ഒരാളാണ് അദ്ദേഹം. സർക്കാർ ഉയർത്തിക്കാട്ടിയ ഒരു വലിയ കോൺഗ്രസ് നേതാവ് തന്നെ ഉയർത്തിക്കാട്ടിയെന്ന് പറഞ്ഞാൽ അവരുടെ ഹാൻഡിലുകൾ സോഷ്യൽ മീഡിയ ഹാൻഡിലുകൾ വളരെ വ്യാപകമായി പ്രചരിപ്പിക്കുന്നുണ്ട്. അത് കേരളത്തിലെ ജനങ്ങൾക്ക് കാര്യങ്ങൾ നന്നായിട്ട് അറിയാം. അവരതനുസരിച്ച് നന്നായി അനുഭവിക്കുന്നവരാണ്. അവരാരെയും സർട്ടിഫിക്കറ്റ് നോക്കിയിട്ടല്ല വോട്ട് ചെയ്യുന്നത്. അവരുടെ അനുഭവങ്ങളാണ് അവരെ പോളിംഗ് ബൂത്തിൽ തീരുമാനത്തിലേക്ക് നയിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഈ സർക്കാരിൻ്റെ ജനവിരുദ്ധ നയങ്ങൾക്കെതിരായിട്ടുള്ള തിരിച്ചടി തന്നെയായിരിക്കും അടുത്ത ലോക്കൽ ബോഡിയിൽ കേരളത്തിലുണ്ടാവും. പക്ഷേ ഈ നിർണായ സമയത്ത് ഇത്തരം ഒരു പ്രസ്ഥാനത്തിൽ ഞാൻ പറഞ്ഞു, അദ്ദേഹം ദേശീയ വർക്കിംഗ് കമ്മിറ്റി അംഗവും വിശ്വപൗരനൊക്കെ ആയതുകൊണ്ട് ഞങ്ങളെപ്പോലുള്ള സാധാരണക്കാർ അദ്ദേഹത്തിനെ കുറിച്ച് കമന്റ് പറയുന്നത് ശരിയല്ല. അത് ദേശീയ നേതൃത്വം തീരുമാനമെടുക്കും. അതെനിക്ക് അറിഞ്ഞുകൂടാ. ഞാൻ അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളെ അദ്ദേഹത്തിൻ്റെ പ്രവർത്തനങ്ങളെ കുറിച്ച് വിലയിരുത്തേണ്ട ഒരു ചുമതല എന്നെപ്പോലുള്ള സാധാരണക്കാർക്കില്ല. അതൊക്കെ പാർട്ടിയുടെ ദേശീയ നേതൃത്വം തീരുമാനിക്കട്ടെ. തീരുമാനിച്ച് അവരെന്താ വെച്ചാൽ അവരെ അഭിപ്രായം പറയട്ടെ. അദ്ദേഹം വർക്കിംഗ് കമ്മിറ്റി അംഗമാണ്, വിശ്വപൗരനാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ഇതിനെക്കുറിച്ച് എന്നെപ്പോലെ സാധാരണക്കാരുടെ അഭിപ്രായം പറയുന്നത് ശരിയാണ്. ഞാനൊക്കെ സാധാരണ പാർട്ടി പ്രവർത്തകനാണ്. പാർട്ടിയുടെ ഏത് അഭിപ്രായങ്ങളും ശിരസ വഹിക്കാനും പാർട്ടി പറയുന്ന സ്ഥലത്തൊക്കെ പോയി മത്സരിക്കാനൊക്കെ ഉള്ള ഒരു ചെറിയ കഴിവ് മാത്രമേ എനിക്കുള്ളൂ. അതുകൊണ്ട് ഞാൻ അദ്ദേഹത്തിനെ കുറിച്ചൊന്നും പറയുന്നില്ല.